കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസഭയിലായിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം എടുത്തിട്ട് മരണത്തെ പിറന്നു. അപകടകരമായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഇവിടെ യാക്കോബ് പറയുന്നത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നില്ല, ആരെയും പരീക്ഷിക്കുന്നില്ല. എന്നാൽ നാം നമ്മുടെ ഹൃദയത്തിലെ അന്യായമായ മോഹങ്ങൾ കൊണ്ട് നാം പരീക്ഷിക്കപ്പെടുന്നു. അതാ 14:15 പറയുന്നത്, യാക്കോബ് 4:14-15. ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ പലർക്കും വേണ്ട രീതിയിൽ ഗ്രഹിക്കാൻ കഴിയാതെ പോവുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ലേഖനം നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ ആ ലേഖനം 1-ാം അധ്യായം മുതൽ, ഇപ്പോൾ യാക്കോബിൻ്റെ ലേഖനത്തിന് എത്ര അധ്യായമുണ്ട്? യാക്കോബിൻ്റെ ലേഖനം 5 അധ്യായമുണ്ട്. ഈ 5 അധ്യായം മുഴുവൻ നമ്മൾ വായിച്ച് പഠിക്കണം. 5 അധ്യായവും വായിച്ച് പഠിച്ചു കഴിഞ്ഞാലേ അതിൻ്റെ ഓരോ ചാപ്റ്ററുകൾ, ഓരോ വാക്യങ്ങൾ, ഓരോ ഖണ്ഡികകൾ നന്നായി വായിച്ച് പഠിച്ചു കഴിയുമ്പോഴേ യാക്കോബ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടുകൾ നമുക്ക് കിട്ടത്തുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞതാണ്, വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഭാര്യ കത്തയക്കുന്നു എന്ന് ചിന്തിച്ചോ? കത്ത് വന്നു ഉടനെ പുള്ളിക്കാരനെടുത്തിട്ട് ആദ്യത്തെ ഒരു പേജ് അങ്ങോട്ട് വായിച്ച്, അല്ലെങ്കിൽ ഒരു 2 പേജ് വായിച്ച്, 4 പേജ് A4 4 പേജുള്ള ഒരു കത്താന്നിരുന്നോട്ടെ, അപ്പുറം ഇപ്പുറം 4 പേജ് A4 സൈസ്, ഒരു ലെറ്റർ, ഒരു പേജ് മാത്രം, ഒരു പേപ്പർ മാത്രം 1-2 പേജുകൾ വായിച്ചിട്ട് 3-4 പേജ് വായിക്കാതെ വലിച്ചെറിഞ്ഞ് കളയുമാരെങ്കിലും സുബോധമുള്ളവൻ ചെയ്യുമോ? ഇല്ല. എന്താ കാര്യം? ആ ലേഖനം മുഴുവൻ ഭാര്യയ്ക്ക് തന്നോടുള്ള അറിയിക്കാനുള്ള കാര്യങ്ങളുടെ, കൊച്ചുങ്ങളുടെ കാര്യവും, അപ്പനും സുഖമില്ലാതിരിക്കുന്ന കാര്യവും, മറ്റു വീട്ടിലെ പല വിഷയങ്ങളും, കല്യാണത്തിൻ്റെ വിഷയങ്ങളും, മറ്റവരൊക്കെ പല കാര്യങ്ങളുണ്ടല്ലോ ഇടപെടാൻ, സ്വന്തക്കാരും ബന്ധക്കാർ, ആ കാര്യങ്ങളെല്ലാം ഭർത്താവിന് എഴുതി അറിയിക്കുക. ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ കാശ് അയച്ചു കൊടുക്കണ്ടേ? അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി 2, 3, 4 പേജ് എഴുതുന്നത് ഒരു പേപ്പറിൻ്റെ കഷ്ണം വായിച്ചിട്ട് മറ്റേ പേപ്പർ A4 പേപ്പർ എടുത്ത് കളയുമോ? പെന്തക്കോസ്തുകാരെ, നിങ്ങളൊന്ന് പഠിക്കുക, ഒന്ന് ധ്യാനിക്കേ. 94-കാരനായ ഒരു മനുഷ്യനായി പറഞ്ഞപ്പോഴേ എനിക്കും മനസ്സിലായത്, അതുവരെയും ബോധമില്ലാതെ പോയി. ഒരു ലേഖനത്തിൻ്റെ ഒരു വാക്യം എടുത്തുകൊണ്ട്, ഒരു ഖണ്ഡിക എടുത്തുകൊണ്ട് പോയാൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. മുഴുവൻ വായിച്ചു പഠിക്കണം. ആ ലേഖനം മുഴുവൻ വായിക്കണം. അപ്പോൾ യാക്കോബിന് പരിശുദ്ധാത്മാവ് കൊടുത്ത ആലോചന, യാക്കോബിലൂടെ കൊടുത്ത ദൈവത്തിൻ്റെ ആലോചന യാക്കോബ് പറഞ്ഞിരിക്കണം മുഴുവൻ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. വാലും തുമ്പും ഇല്ലാതെ പോയാൽ, ഇന്ന് പെന്തക്കോസ്ത് സമൂഹം വാലും തുമ്പും ഇല്ലാതെ പോയിക്കുന്നതിൻ്റെ കാര്യം എന്താ? ചക്കും ചുക്കും അറിഞ്ഞൂടാതെ പോകുന്നതിൻ്റെ കാര്യം എന്താ? വായിച്ച് പഠിക്കത്തില്ല, ഉപദേശങ്ങൾ വായിക്കില്ല, പഠിക്കില്ല, വേദോസം വായിക്കില്ല, പ്രാർത്ഥിക്കുന്നില്ല. വല്ലൊരു പറയണ കേട്ടോണ്ട് തുള്ളിച്ചാടാൻ നിൽക്കുക പെന്തക്കോസ്തുകാർ. തുള്ളിച്ചാടിക്കോ, കുഴപ്പമൊന്നുമില്ല. തുള്ളി നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന കാശ് അവൻ്റെ പെട്ടിയിലും വീഴും, നീ ചവപ്പെട്ടിയുടെ ഉള്ളിലും ആവും, നീ നരകത്തിലും പോവും. അതാ സംഭവിക്കാൻ പോണേ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ലേഖനം മുഴുവൻ നമ്മൾ വായിച്ച് പഠിക്കണം. ഓരോ ലേഖനങ്ങളും വായിച്ച് പഠിക്കണം. ഓരോ ലേഖനങ്ങളും എനിക്ക് തോന്നുന്നു 10, 25, 30, 40 പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ചിന്ത. ഞാൻ ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുക. പ്രവൃത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1, 2, 3 അധ്യായം വരെ, പിന്നെയും പ്രവൃത്തി പുസ്തകം മുതൽ, അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. വായിച്ച് അതിലെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, ഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നേ. ഹല്ലേലൂയ. ഇവിടെ പരീക്ഷയെക്കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. ദൈവം ഒരു പരീക്ഷിച്ചൊരു ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. ആരെയാ? അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു, ഇല്ലേ? അബ്രഹാമിനെ പരീക്ഷിച്ചു ദൈവം. ആ പരീക്ഷയിൽ അബ്രഹാം എന്ത് ചെയ്തു?
വിജയിക്കാനിടയായി. ആ പരീക്ഷയിൽ അബ്രഹാം വിജയിച്ചു. അതാണ് വിശ്വാസികളുടെ പിതാവിന് പേര് കിട്ടിയത്. ഇത് പലർക്കും അത് വേണ്ട രീതിയിൽ മനസ്സിലായിട്ടില്ല. അബ്രഹാമിനെ പരീക്ഷിച്ചപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? ആ പരീക്ഷയിൽ വിജയിച്ചു. അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്നവൻ പറഞ്ഞു. ഞാനത് കഥ പോലെ അങ്ങോട്ട് വായിച്ചു വിടാൻ താല്പര്യപ്പെടുന്നില്ല, നിങ്ങൾ അതങ്ങ് വായിച്ചോ. നീ സ്നേഹിക്കുന്നതിൻ്റെ മകനെ കൊണ്ടുവന്ന് മോറിയ മലയിൽ യാഗം കഴിക്കുക. കേട്ട മാത്രയിൽ അനുസരണമുള്ള അബ്രഹാം, ഇന്നത്തെ പെന്തക്കോസ്തുകാരെ പോലെയല്ല കേട്ടോ, അനുസരണമുള്ളവനായിരുന്നു അവൻ. അനുസരണമുള്ള അബ്രഹാം ആറ്റുനോറ്റിരുന്ന് 75 വയസ്സിൽ വാഗ്ദത്തം കിട്ടി, 100 വയസ്സിൽ വാഗ്ദത്തം നിർത്തി പ്രാപിച്ച ഈ അരുമ സന്താനത്തെ കൊണ്ട് മോറിയ മലയിൽ യാഗം കഴിക്കാൻ പോവുക. ലക്ഷ്യം ദൈവത്തെ അനുസരിക്കുക. ഭാര്യയോട് പറഞ്ഞാൽ പരിപാടി നടക്കത്തില്ല, അവർ സമ്മതിക്കത്തില്ല, ഇല്ലാത്ത പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കും. 100% ഉറപ്പ്. അത് കർത്താവിനും അറിയാം, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പോയി യാഗം കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞത്. വരാം, ഞങ്ങൾ പോയി യാഗം കഴിച്ച് മടങ്ങി വരാം. യാഗവസ്തു എന്താണെന്നോ അതൊന്നും പറയുന്നില്ല അവിടെ. നോക്ക്, ദൈവത്തെ അനുസരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രം നമുക്കവിടെ കാണാം. ചുമ്മയാണോ അവൻ വിശ്വാസികളുടെ പിതാവായത്? അവൻ്റെ 7 അയലോകത്ത് നിൽക്കാനായിട്ട് ഇന്ന് പുതിയ നിയമ ഭക്തന്മാർ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. വചനമെടുത്ത് കോട്ടിക്കളഞ്ഞ് കൂട്ടിച്ചേർത്ത് മറിച്ച് കളഞ്ഞ് അതും ഇതുമൊക്കെ പ്രസംഗിച്ച് ജനത്തെ നാശത്തിലേക്ക് വലിച്ചൊടിച്ചു കൊണ്ടുപോകുന്ന ദുരുപദേശ സംഘങ്ങൾ കുമിള പോലെ മുളച്ചുകൊണ്ടിരിക്കുന്നു. ജാഗ്രത, നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. കർത്താവും അപ്പോസ്തലന്മാരും പറയുന്ന ഉപദേശമല്ലാതെ മറ്റൊന്നാര് പറഞ്ഞാലും എടുക്കരുത്. ഞങ്ങൾ വ്യഭിചാരം ചെയ്ത് സഭ വളർത്തുന്നവനാണെന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്നൊരു പാസ്റ്റർ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം ചങ്ക് പൊട്ടിപ്പോയി. ഒരു പാസ്റ്ററാണല്ലോ ഈ പറയുന്നതെന്ന് കേട്ടപ്പോൾ. എന്ത് വെളിവുണ്ടവർക്കൊക്കെ! എങ്ങനെ പറയാനായിട്ട് നാവ് പൊങ്ങിയവർക്ക്! ഹല്ലേലൂയ. വചനവിരുദ്ധമായ ശുശ്രൂഷകൾ ചെയ്ത് ജനത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും കുമിള് പോലെ മുളച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും നിങ്ങൾ അനുസരിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. അബ്രഹാമിൻ്റെ ആ ഇസ്ഹാക്കിലുള്ള ഇടപെടലുകളെ എബ്രായ ലേഖനത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാനത് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം എന്ന് താല്പര്യപ്പെടുക. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും ചെയ്തു. ഹല്ലേലൂയ. എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. യാഗം നടത്തിയെന്നാണ് ഇവിടെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചേക്കുന്നത് പൗലോസിലൂടെ. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവം. അത് അബ്രഹാം എന്ന മനുഷ്യൻ യാഗത്തിലേക്ക് പ്രവേശിച്ചു, യാഗം നടത്തി എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അബ്രഹാമിൻ്റെ വിശ്വാസത്താലുള്ള കാൽച്ചുവടുകളെ, അവൻ്റെ പ്രവൃത്തികളെ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചതായിട്ട് ദൈവം മാർക്കിട്ടു അവിടെ. എത്ര മനോഹരം! ദൈവമക്കളെ, ഇതല്ലേ വചന പഠനം? അബ്രഹാമിനെ ചീത്ത പറയുന്ന പുതിയ ഉപദേശിമാരെ ഞാൻ കേട്ടിട്ടുണ്ട്. അബ്രഹാം കാണിച്ച അനുസരണക്കേടാണെന്ന്. അനുസരണക്കേട് അബ്രഹാം കാണിച്ചിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. കുടുംബജീവിതത്തിലും ആൾക്കാരെ ഉപദ്രവിക്കുന്നതിലും പോലെ അത് അന്നത്തെ കാലത്ത് ആ പ്രമാണം അങ്ങനെയായിരുന്നു.
അത് വെച്ചുകൊണ്ട് ഇന്നാരും ജീവിക്കാൻ നോക്കണ്ട. ശുശ്രൂഷകൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണമെന്ന് വേദപുസ്തകത്തിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. പല ഭാഗങ്ങളിൽ നമുക്കത് പഠിക്കാൻ കഴിയുന്നുണ്ട്. മര്യാദയ്ക്ക് കല്യാണം കഴിച്ച് ശുശ്രൂഷ ചെയ്ത് ജീവിച്ചോ, അതിവിശുദ്ധനൊന്നും ആകണ്ട. പൗലോസൊരു അഭിപ്രായം പറഞ്ഞു. ശരി, എന്ത് പറഞ്ഞു? നിങ്ങൾ എന്നെ പോലെ പാർത്തു കൊണ്ടാൽ കൊള്ളയാണ്. അതാരാ? അത് പൗലൂസാ. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലൂസാ. പൗലൂസിനൊപ്പം നമ്മളെന്തിനാ കൂട്ടുന്നേ? പൗലൂസ് അനുഭവിച്ച കഷ്ടതകൾ ഇന്നത്തെ പൗലൂസുമാർ അനുഭവിക്കുന്നുണ്ടോ? പൗലൂസ് അനുഭവിച്ച പട്ടിണി ഇന്നത്തെ പൗലൂസുമാർ അനുഭവിക്കുന്നുണ്ടോ? കള്ളത്തരം പറഞ്ഞ് ജനത്തെ വഞ്ചിച്ച് കോടികളുണ്ടാക്കി സുഖിക്കുന്ന സുഖിയന്മാരും പൗലൂസുമായിട്ട് എന്ത് ബന്ധം? ഒരുത്തൻ പറഞ്ഞ് പൗലൂസ് എഴുതിയ ലേഖനം ഞങ്ങളെല്ലാം തെറ്റിച്ച് കളഞ്ഞു, വെളിവ് കേട്ടവൻ. കോടികളുണ്ട് അവൻ്റെ കയ്യിൽ, കോടികളിട്ട് അമ്മാനമാടിക്കൊണ്ടിരിക്കുക. സുഖിച്ചോ, കുഴപ്പമൊന്നുമില്ല. ആവുന്നിടത്തോളം ലോകത്തെ അനുഭവിച്ചോ, ഇതോടെ തീരുക നിന്റെ പണി. എനിക്കിപ്പോൾ ഇച്ചിരി മയമൊന്നുമില്ല, ഞാൻ മയത്തിലൊന്നും പറയുന്നത് ഇച്ചിരി കട്ടിയായിട്ട് തന്നെ പറയുക. അധിക സമയമില്ല, കർത്താവ് വരാറായി. ഭയപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? ഇവിടെ ഒരു പാസ്റ്റർ റോമാലേഖനം അരമണിക്കൂർ കൊണ്ട് റോമാലേഖനം 16 അധ്യായം പഠിപ്പിച്ചു. എനിക്ക് ആ മെസ്സേജ് കിട്ടി, ഒരാൾ മുഖാന്തരം എനിക്ക് കിട്ടി. ഞാനത് വായിച്ചു ഒന്ന് കേട്ടു നോക്കിയപ്പോൾ പുള്ളി 16 അധ്യായം ഒറ്റയടിക്കാൻ പഠിപ്പിച്ചു. ഇതൊക്കെ കാണുമ്പോൾ ഇച്ചിരി വിഷമമുണ്ട്. പുള്ളി പഠിപ്പിച്ച കാര്യങ്ങളൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നത്, എല്ലാം കറക്റ്റാണ്. അല്പം സ്വല്പ വീഴ്ചകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എല്ലാം കറക്റ്റ്, ഒട്ടുമുക്കാലും നല്ല കാര്യങ്ങളാണ്. ദുരുപദേശം പറയുന്ന ഒരു പാസ്റ്റർ അല്ല, അദ്ദേഹം ഒരു ബൈബിൾ ടീച്ചറാണ്. പക്ഷേ 16 അധ്യായം അരമണിക്കൂർ കൊണ്ട് പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങളൊക്കെ പിന്നെ എന്തിനാ ഇങ്ങനെ സുവിശേഷ വിലയാന്ന് പറഞ്ഞിരിക്കുന്നു? അരിയാഹാരം കഴിക്കുന്നവരും വചനം പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരും ഒരു ചെറിയ ശേഷിപ്പ് ഇവിടെ ഉണ്ട്. അവർ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ വിഷയത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല, ഞാൻ മടങ്ങി വരുന്നു. റോമാലേഖനം 16 അധ്യായത്തിലുള്ള വിഷയങ്ങൾ, നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, അത് മൂന്നും കൂടി ഒരുമിച്ച് പഠിപ്പിച്ച ഒരു പാസ്റ്റർ ഒന്ന് കാണിച്ചു തരാമോ നിങ്ങൾക്ക്? നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, റോമാലേഖനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണത്. നീതീകരിക്കുക. യേശുവിൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചപ്പോൾ പിതാവിൻ്റെ നീതീകരണം ആ വ്യക്തിക്ക് കിട്ടി. നീതീകരണം ഫ്രീ ആയിട്ട് കിട്ടി. വിശ്വാസത്താൽ നീതീകരണം. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ, എന്ത് വിശ്വസിച്ചപ്പോൾ? എൻ്റെ പാപത്തിന് വേണ്ടി യേശുക്രിസ്തു മരിച്ചു എന്ന് വിശ്വസിച്ചപ്പോൾ, മരിച്ചു അടക്കപ്പെട്ട ഒരു തേന്നേറ്റു. എൻ്റെയും പാപത്തിന് വേണ്ടിയാണ് മരിച്ചത്. ദൈവത്തിൻ്റെ നീതീകരണം കിട്ടി, ഫ്രീ ആയിട്ട് കിട്ടി. ആ നീതീകരണം കിട്ടിയവൻ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. അതാണ് റോമാലേഖനം 6 അധ്യായത്തിൻ്റെ പഠനം. 3 തൊട്ടേ ഉണ്ട് അത്, 3, 4, 5, 6, 7 അധ്യായങ്ങൾ. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപത്തിൻ്റെ ശമ്പളമുണ്ട്, ഡെത്ത്. അത് മരണമാണ്, ആത്മമരണം. എന്നാൽ ദൈവത്തിൻ്റെ കൃപാവരം നിത്യജീവൻ. ഫ്രീ ആയിട്ട് ദൈവം തരുന്നു, കൃപാവരമായിട്ട് നിത്യജീവൻ. അത് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല, വില കൊടുക്കണം അതിനാണ് ഒരു ആയുസ് മുഴുവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ചൊരു വ്യക്തി, ദൈവത്തിൽ നീതീകരണം പ്രാപിച്ച വ്യക്തി, ആ നീതീകരണം പ്രാപിച്ച് ദൈവകൽപ്പന അനുസരിച്ച് മരിക്കുന്നവരെ, മൂക്കിലുള്ള ജീവശ്വാസം പോകുന്നവരെ നീതി ചെയ്തുകൊണ്ടിരിക്കണം, വചനം അനുസരിച്ചുകൊണ്ടിരിക്കണം, പഥ്യവചനം പഥ്യോപദേശം അനുസരിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അനുസരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിശുദ്ധീകരണം കിട്ടും. ആ വിശുദ്ധീകരണത്തിൻ്റെ അന്തമാണ് നിത്യജീവൻ. അതാ റോമാലേഖനം പഠിപ്പിക്കുന്നത്. പാപം ചെയ്തുകൊണ്ടിരുന്നാൽ ലജ്ജ കിട്ടും. പാപം ചെയ്തുകൊണ്ടിരുന്നാൽ പ്ലസ് ലജ്ജ, പാപം പ്ലസ് ലജ്ജ, പാപം പ്ലസ് ലജ്ജ, മരണം, ആത്മമരണം, നിത്യമായ മരണം. എന്നാൽ നീതി ചെയ്യുക എന്ന് പറഞ്ഞാൽ വചനം, ദൈവത്തിൽ നിന്ന് നീതീകരണം പ്രാപിച്ചവൻ വിശുദ്ധീകരണത്തിന് വേണ്ടി നീതി ചെയ്യുക, വചനം അനുസരിച്ച് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുക. ദൈവവചനത്താലും ആത്മാവിനാലും ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുക. അവൻ അവളെ വചനത്തോട് ജലസ്ഥാനത്താൽ വെടിപ്പാക്കി. വചനം കേട്ട് ശുദ്ധീകരണം പ്രാപിക്കുക. പരിശുദ്ധാത്മാവിലുള്ള ശുദ്ധീകരണം നമുക്ക് വേണം. ദേഹം ഈ ആത്മാവും ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ച അതിൻ്റെ അവസാന പ്രോസസ്സിംഗ് ആണ്
തേജസ്കരണം, ഗ്ലോറിഫൈഡ് തേജസ്കരണം. പെട്ടെന്നൊന്നും കിട്ടത്തില്ലത്. പലയിടത്തുമൊക്കെ പറയണ കേട്ടോണ്ട് നമ്മൾ കിടന്ന് തുള്ളിച്ചാടിയോണ്ട് ഒരു പ്രയോജനമില്ല. പറയുന്നവർക്ക് പലതും പറയാം. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോവും. അതാണ് കർത്താവ് പറഞ്ഞത്, തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയാതെ തെറ്റിപ്പോകും. തിരുവെഴുത്തുകളെ അറിയേണ്ട പോലെ അറിഞ്ഞില്ലെങ്കിൽ തെറ്റിപ്പോകും. തെറ്റിക്കിടന്നുകൊണ്ട് അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രയോജനമില്ല. ഇവിടെ ദൈവവചനം ആഴത്തിൽ പഠിപ്പിച്ച ദൈവദാസന്മാർ ഒത്തിരി പേരുണ്ട്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. അത് നമ്മൾ പഠിക്കണം, അത് നമ്മൾ ഗ്രഹിക്കണം. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചപ്പോൾ അബ്രഹാമിൻ്റെ മുന്നോട്ടുള്ള കാൽച്ചുവടുകൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചതായിട്ട് തന്നെയാണ് യാക്കോബ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ വായിച്ചല്ലോ അത്. യാക്കോബല്ല, പൗലൂസ് എഴുതി വെച്ചിരിക്കുന്നു. ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. ആ പരീക്ഷഘട്ടത്തെ യാക്കോബ് എങ്ങനെ നേരിട്ടു? വിശ്വാസത്താൽ, ദൈവകൃപയിൽ നേരിട്ടു. നമ്മളാണെങ്കിലോ തോറ്റു തൊപ്പിയിടത്തില്ലേ? ഒരു പരിശോധന വന്നു, ഒരു പരീക്ഷ വന്നു, ഒരു പ്രലോഭനം വന്നു. പരീക്ഷ എന്നുള്ളതിന് ശരിക്കും ഇംഗ്ലീഷിൽ ടെംപ്റ്റേഷൻ, പ്രലോഭനം എന്ന. ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന പരിശോധനകൾ പിശാച് കൊണ്ടുവരും, നമ്മുടെ ജീവിതത്തിൻ്റെ അതിക്രമം കൊണ്ടുവരും. അവിടെ നമ്മൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിത്യത നഷ്ടമാകും. കുഞ്ഞു കളിക്കരുത്, വേഷം കെട്ടെടുക്കരുതെന്ന് പണ്ട് സാധാരണ ചിലപ്പോൾ വഴക്കൂടുമ്പോൾ ചിലർ പറയാറുണ്ട്. അതുപോലെ ഞാൻ ആ ഭാഷ പറയുന്നില്ല. കളിക്കരുത് ദൈവവചനത്തോടും ദൈവത്തോടും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരുന്ന പരിശോധനകളും പരീക്ഷകളും ശാന്തമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിരുന്ന് അതിന്മേൽ യഥാസ്ഥാനപ്പെട്ട് നീ ശുദ്ധീകരണം പ്രാപിക്കേണ്ട മേഖലകളെ ദൈവാത്മാവ് നിന്നോട് സംസാരിക്കുമ്പോൾ, വചനത്തിലൂടെ ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു അപരനായ ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ, ആ വചനത്തിലൂടെ നിനക്ക് കിട്ടുമ്പോൾ ആ വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്ത് ശുദ്ധീകരണം പ്രാപിച്ച് ആ ടെംപ്റ്റേഷനെ നീ വിജയകരമായി നേരിട്ടാൽ മാത്രമേ നിനക്ക് നിത്യജീവൻ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നിത്യജീവൻ കിട്ടത്തില്ല. ഇവിടെ കിടന്ന് കളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 94-കാരനായ വയസ്സുള്ള മനുഷ്യൻ അറ്റാക്ക് വന്ന് തൻ്റെ ഈ താടി നെഞ്ചത്തോട് ഒട്ടിയിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒന്നുകൂടി അത് കേട്ടോ വേണമെങ്കിൽ. ഞാൻ ചോദിച്ചു, അല്ലയോ പാസ്റ്റർ, ബഹുമാനപ്പെട്ട പാസ്റ്റർ, ഉപദേഷ്ടാവേ, അതിശ്രേഷ്ഠദാസൻ എന്നൊക്കെ വിളിച്ച പുള്ളി നല്ല അടി തരും ഞങ്ങൾക്ക് വാക്കുകൊണ്ട്. ഇവിടെ ആരും ഒരു ശ്രേഷ്ഠനും ഇല്ലെന്നാണ് പറയുന്നത്. ദൈവദാസൻ എന്ന് വിളിച്ചാൽ മതി, അപ്പച്ചാന്ന് വിളിച്ചാൽ മതി, പാസ്റ്റപ്പച്ചാന്ന് വിളിച്ചാൽ മതി, അതിൽ കൂടുതലൊന്നും വിളിക്കണ്ട. അതിശ്രേഷ്ഠദാസൻ റവറൻഡ് ഡോക്ടർ ഡാഷ് ഡാഷ്. ഒരിക്കൽ ഞാനൊരു സ്റ്റേജിലിരുന്ന സമയത്ത്, സ്റ്റേജിനല്ല, ഞാൻ ഓഡിയൻസിൻ്റെ ഉള്ളിൽ ഇരുന്ന സമയത്ത് ഒരു ഭാഷയോടെ പ്രസംഗിക്കാൻ വന്നു. ആളായിരുന്നു ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു വെളിവില്ലാത്ത ഉപദേശി, പിന്നെ അല്ല ഞാൻ എന്താ പറയാനാ. ഇപ്പോൾ നമ്മുടെ മധ്യത്തിൽ കർത്താവ് വന്നെന്നുള്ളതിനേക്കാളുപരി പുള്ളി പറയണത്, നമ്മുടെ മധ്യത്തിൽ റവറൻഡ് ഡോക്ടർ ഡാഷ് ഡാഷ് വന്നിട്ടുണ്ട്. ഇന്ന് പോൽക്കാലം ആ പ്രിയപ്പെട്ടവനിൽ നിന്ന് നമുക്ക് കേൾക്കാം. എന്ത് കേൾക്കാം? കുറെ ചപ്പൻ ചവറും കേൾക്കാം. എന്ത് റവറൻഡ്, എന്ത് ഡോക്ടറെ. സ്തോത്രം. പൗലൂസിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? പൗലൂസ് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ക്രിസ്തുവിൻ്റെ പക്ഷം, അപ്പൊല്ലോസിൻ്റെ പക്ഷം, പൗലൂസിൻ്റെ പക്ഷം, കേഫായുടെ പക്ഷം. 1 കൊരിന്ത്യർ ലേഖനത്തിൽ തമ്മിത്തല്ലി വഴക്കുണ്ടാക്കി 4 പക്ഷം പിടിച്ചുകൊണ്ടിരുന്ന ഈ 1 കൊരിന്ത്യയിലെ വിശ്വാസികളെ പൗലൂസ് പറഞ്ഞു, പൗലൂസ് ആര്, കേഫ ആര്, അപ്പൊല്ലോസ് ആര്? ഞാൻ നട്ടു, അപ്പൊല്ലോസ് വനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ലെന്ന് പറയുമ്പോഴാണ് നമ്മളിപ്പോൾ റവറൻഡ് ഡോക്ടറേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന, റവറൻഡ് പട്ടം കൊടുത്തുകൊണ്ട് എന്തൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ ഈ അന്യായങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ തലപ്പത്തിരിക്കുന്നവർ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പാസ്റ്റർ ബാബു ജോൺ വെട്ടിമല എന്നുള്ള പുള്ളി, ആ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞത് എൻ്റെ വാക്കുകൾ ഞാൻ ഭയന്നുപോയി. ആത്മീക നേതൃത്വത്തിലിരിക്കുന്ന ഒരാത്മീകനെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ എന്നാ ചോദിക്കുന്ന പുള്ളി. സഭയുടെ നേതൃത്വങ്ങളിലിരിക്കുന്ന, നേതൃത്വ നിരകളിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ ആ സ്ഥാനത്ത് കയറി ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരൊന്നും ആത്മീകരല്ല, അവരെല്ലാം ജഡികന്മാരാണ്, പക്ക ജഡികന്മാരാണ്. അവരെല്ലാം കോടീശ്വരന്മാരാണ്.
കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ അരികത്ത് നിർത്താൻ കഴിയത്തില്ല അവരെ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചു കുത്തുകൊണ്ടും തിന്നാനില്ല, കുടിക്കാനില്ല, ഉടുക്കാനില്ല, സ്ഥിരവാസം കൂടാതെ ഞങ്ങളിങ്ങനെ നടക്കുക. ഒരു സ്ഥലത്ത് നിന്ന് അടിച്ചോടിക്കുമ്പോൾ വേറെ സ്ഥലത്തേക്ക് പോവുക. ഇപ്പോൾ ഒരു സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ RSR BJP ഒന്ന് എതിർത്ത് കഴിഞ്ഞപ്പോൾ അവരെ അടിക്കാൻ പോകും. അവർ എന്നാണ് ഞാൻ കണ്ടത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിയമം ഞങ്ങൾക്കറിയാം, ഞങ്ങളോട് കളിക്കരുത്, ഞങ്ങൾ നിയമപരമായി നേരിടും. സഹോദര, പോയിരുന്ന് വേദോത്സവം വായിച്ച് പഠിക്കുക. ഒന്നുമില്ലെങ്കിലും പ്രവൃത്തി പുസ്തകങ്ങളും വായിച്ച് പഠിക്കുക. ഈ പൊട്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കാതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ എൻ്റെ ഒരു കൂട്ടു സഹോദരൻ്റെ വീട്ടിലെ ഉപവാസ പ്രാർത്ഥന നടത്തി. 2-3 ദിവസത്തെ ഉപവാസം. ഒരു സാധു ഉപദേശിയെ വിളിച്ചു. പാവം പിടിച്ചൊരു ഉപദേശി. അദ്ദേഹം വന്നു 2-3 ദിവസം അവിടെ ഇരുന്ന് ഉപവസിച്ചു. അപ്പനും അമ്മയും 2-3 മക്കളൊക്കെ ഉണ്ട്. അവർ ആണുമ്പോൾ നല്ല തടിമുടുക്കുള്ള പിള്ളേരൊക്കെ ഉണ്ട്. ഏനാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എന്നേക്ക് 40 വർഷം മുമ്പുള്ള ചരിത്രമാണ് ഞാൻ ഈ പറയുന്നത്. അന്നത്തെ പാസ്റ്റർമാർ അങ്ങനെയുള്ള പാസ്റ്റർ. ഇന്നൊക്കെ എല്ലാം ജഡികന്മാരായി പോയില്ലേ? ഇന്ന് ലോകസ്നേഹികളും ദേമാസിൻ്റെ കൂട്ടുകാരാണ്, ദ്രവ്യാഗ്രഹികളാണ്. പൈസ ഇല്ലെങ്കിൽ പ്രസംഗമില്ല. ഇന്ന് ചാപ്പാടില്ലെങ്കിൽ ഉപവാസമില്ല. കാരണം ഉപവാസം കഴിഞ്ഞാൽ മൂക്കുമുട്ട തിന്നണം. കഞ്ഞിയും പയറും അതൊന്നും പിടിക്കില്ല. ഞങ്ങളൊക്കെ ഓടയിൽ പാസ്റ്റർമാരാ, നരകത്തിൽ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നവരാ. ഞങ്ങൾക്ക് കഞ്ഞിയൊന്നും വേണ്ട. ഹല്ലേലൂയ, സ്തോത്രം. ഈ പാസ്റ്ററിൻ്റെ കഥ കേട്ടോ. എനിക്ക് പറയുന്നത് എന്തിനാ? എൻ്റെ ചങ്കിന് വേദന ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്നത്. പാസ്റ്റർ ഒന്ന് മീറ്റിംഗ് നടത്തി. ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം. അപ്പോൾ ഇച്ചിരി പാട്ട് പാടിയൊക്കെ പ്രാർത്ഥിച്ച് ആത്മാവിലാവുമ്പോൾ ഇച്ചിരി ശബ്ദമൊക്കെ ഉണ്ടാവുമല്ലോ. കല്ലേറ് തുടങ്ങി. ഓടിട്ട വീടാ, നല്ല പൊക്കത്തിലുള്ള ഓടാ. ഓട് പൊട്ടി പാസ്റ്ററും വിശ്വാസികളിരിക്കുന്ന നേരെ ആരുടെയും ദൈവാധീനം കൊണ്ട് ആരുടെയും തലയിൽ വീണില്ല. ഓട് പൊട്ടി വീണു. ഉടനെ വീട്ടിൽ കാർന്നു വരും 2 ആൺമക്കളും കൂടി ആരുടാ പിടിയടാ കെട്ടടാന്ന് പറഞ്ഞു. ഉപദേശിക്കാൻ അവിടെ ഇരിക്കാം. സിറ്റ് ഡൗൺ. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി 3 ദിവസം നിശ്ചയിച്ചിരിക്കുകയല്ലേ അവിടെ ഇരിക്കുക. നമ്മളെ കൊന്നാൽ പോലും നമ്മളൊന്നും പറയാൻ ചോദിക്കാൻ നിൽക്കില്ല. അടിച്ചാൽ പോലും അടി കൊണ്ടോളാം. ഇവിടെ ഇരിക്കും, അവിടെ ഇരിക്കേ. ഞാൻ പറയണമെന്ന് കേൾക്കുക, അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഓട് കഷ്ണമൊക്കെ മാറ്റിയിട്ട് പ്രാർത്ഥന തുടങ്ങി. ഒറ്റ പ്രാവശ്യം എറിഞ്ഞുള്ളൂ. പുള്ളി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആ പോരാട്ടത്തൊക്കെ ശാസിച്ചു ആയിരിക്കാം. ഇന്നത്തെ ശാസിക്കും അവൻ്റെ തലയിലോട്ട് കയറുകയല്ലേ പിശാചി. പണ്ടൊരാൾ ഭൂതത്തെ ഇറക്കാൻ ചെന്നു. ഒത്തിരി പാസ്റ്റർമാർ ഭൂതത്തെ ഇറക്കാൻ പോയില്ല ഭൂതം. അവസാനം ഒരു സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവന്നു. സ്പെഷ്യലിസ്റ്റ് വന്നപ്പോൾ പ്രാർത്ഥിച്ച് വിട്ടുപോകുന്നു. പോയെന്നാണ് പറയണേ. അത് കഴിഞ്ഞ് പാസ്റ്ററിന് എന്താ വേണ്ടത്? കുടിക്കാൻ എന്താ വേണ്ടത്? കോഴിച്ചോര വേണമെന്ന്. ഈ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന പിശാച് കോഴിച്ചോര എന്നാ പറഞ്ഞു. അത് നേരെ ഇങ്ങോട്ട് കയറി. ഞാനീ പറയുന്ന കള്ളം പറയല്ല. പെന്തക്കോസുകാരെ നിങ്ങളെ ദുഃഖിപ്പിക്കാൻ പറയുന്നില്ല, വേദനിപ്പിക്കാൻ പറയുന്നില്ല. ഈ വക കൊള്ളരുതായ്മകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. എറണാകുളത്ത് ഞങ്ങൾക്കൊരു ശ്രേഷ്ഠനായൊരു പാസ്റ്ററുണ്ട്. പാസ്റ്ററല്ല, പക്കാ ദുരുപദേശിയാണ്, പേര് പറയുന്നില്ല. പിശാച് ചാടിക്കൊണ്ട് വന്നപ്പോൾ ഇവൻ പുറകോട്ട് ചാടി. പിന്നെയും പുറകോട്ട് ചാടി. കാരണം ഇവനറിയാം ഞാൻ ഉടായിപ്പാണ്, എൻ്റെ പെടലി അവൻ അടിച്ചു പൊട്ടിക്കുമെന്ന്. അവിടെ ചാടി മാറി. ഇതൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, മറ്റേ കഥ ഞാൻ പറഞ്ഞു തീർത്തില്ല, അത് പെട്ടെന്ന് പറയാം. കഥയല്ല, അനുഭവം. അങ്ങനെയുള്ള ദൈവദാസന്മാർ എഴുന്നേറ്റ് വരട്ടെ ഈ കാലഘട്ടങ്ങളിൽ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും പ്രസംഗിക്കുന്ന കരുത്തന്മാർ, ശക്തന്മാർ എഴുന്നേറ്റ് വരട്ടെ. അല്ലെങ്കിൽ ആത്മീയ ഗോളം ജീർണിച്ച് നാശത്തിലേക്ക് പോയി പതിക്കാനിടയായിത്തീരും. അദ്ദേഹം പറഞ്ഞു, അച്ചായ മക്കളെ അവിടെ ഇരിക്കുക, പ്രാർത്ഥിക്കുക. 2 ദിവസം വരെ പ്രാർത്ഥിച്ചു, വചനമൊക്കെ ധ്യാനിച്ചു, ശുദ്ധീകരണത്തിൻ്റെ വചനങ്ങളൊക്കെ കൊടുത്തു. ഒരു ആത്മീയമായി ഉണർന്നു, ശക്തിപ്പെട്ടു. പാസ്റ്റർ പറഞ്ഞു വിട്ടു. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കല്ലെറിഞ്ഞ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു പയ്യനാണ്. ഡിഗ്രിക്കാരനാണ്, നല്ലൊരു പയ്യനാണ്. അവരൊരു 3-4 പാൻറ്റും ഇട്ടുകൊണ്ട് നിൽക്കുക, വട്ടായി തലയ്ക്ക്. പിന്നൊരു പ്രാർത്ഥന ആ ദേശത്ത് നടന്നാൽ ആരും തിരിഞ്ഞു നോക്കില്ല, അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറയും. ആ കാലത്തിലേക്ക് നമ്മൾ വരികയാണ്. പെന്തക്കോസുകാരെ, വിശ്വാസ ജീവിതം നയിക്കുന്നവരെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച്
ശക്തമായ ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകൾ ജനത്തിൻ്റെ മധ്യത്തിൽ തുറന്നു വെച്ച് വലിയ ദൈവ സാന്നിധ്യം അനുഭവിക്കത്തക്ക നിലയിൽ പാപങ്ങളെ വിട്ടോടുവാൻ വചനത്തിലൂടെ ശുദ്ധീകരണത്തിൻ്റെ ദൂതുകൾ പറഞ്ഞ് ജനത്തെ ആത്മീയമായി തട്ടി ഉണർത്തിയെടുക്കുന്ന അനുഭവങ്ങളിലേക്ക് നമ്മൾ നടത്തപ്പെടുന്നില്ലെങ്കിൽ നമ്മളെ ഈ സുവിശേഷ വിരോധികൾ കല്ലെറിഞ്ഞു കൊല്ലും. നാളെ ശത്രുവിൻ്റെ മുമ്പാകെ നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല. മനസ്സിലായോ? ഹല്ലേലൂയ. ഇവിടെ പ്രാർത്ഥിച്ച് പൽസിച്ച് പുറത്താക്കുന്നു, നരകത്തിലേക്ക് അയക്കാൻ ആൾക്കാരുണ്ട്. ഇവിടെ ഇടയ്ക്കൊരു തിരുവനന്തപുരത്തുള്ളൊരു ഉപദേശിയാണ്, പുള്ളി കോടീശ്വരനായിപ്പോൾ. പിശാചിനെ ഞാൻ എരിച്ചു കളയുന്നു എന്നാണ് പറഞ്ഞു. ഇവന് എരിച്ചു കളയാനായിട്ട് ആർക്കാ അധികാരം കൊടുത്തേ? ഈ സഹോദരനെ എരിക്കാൻ ആർക്കാ അധികാരം കൊടുത്തേ? ഒരു വ്യക്തിയിൽ ദുരാത്മാവിനെ പോരാട്ടം വിളിച്ച് ആദ്യം പുറത്താക്കാം. അങ്ങ് പറഞ്ഞോളൂ. അങ്ങ് ഒരുത്തൻ പിശാചിനെ എരിച്ചു കളയുന്നു, ഒരുത്തൻ പിശാചിനെ നരകത്തിലേക്ക് വിടുന്നു. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ചങ്ങലയുമായിട്ട് വരുന്നൊരു ദൂതൻ 1000 ആണ്ടേക്ക് പിശാചിനെ തളയ്ക്കുന്ന ചരിത്രം വെളിപ്പാട് പുസ്തകം തരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വായിച്ച 20-ാം അധ്യായത്തിൽ പിശാചിനെയും ദൂതനെയും മൃഗത്തെയും പ്രവാചകനെയൊക്കെ തീപ്പൊയിലേക്ക് തള്ളിക്കളയുന്ന പുസ്തകവും വെളിപ്പാട് പുസ്തകം നമുക്ക് തരുന്നുണ്ട്. അതിനിടയിൽ ഇവിടെയുള്ള പാസ്റ്റർമാർക്ക് ഇതൊക്കെ ചെയ്യാൻ ആര് അധികാരം കൊടുത്തെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബോധവും പൊക്കണവും ഇല്ലാത്തൊരു പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേദോസ്തത്തിൻ്റെ യാതൊന്നും അറിയാതെ ചുമ്മാ കിടന്ന ആൾക്കാരെ ഇമോഷനാക്കി എടുക്കുകയാണ്, അവരുടെ കാശ് തട്ടിയെടുക്കുക. ഈ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമുക്ക് തരുന്ന പരീക്ഷകളോ പ്രയാസങ്ങളോ രോഗങ്ങളോ ദുഃഖങ്ങളോ പരീക്ഷാഘട്ടങ്ങളോ ദൈവസ്ഥലിരുന്ന് പ്രാർത്ഥിച്ച് നീ ആകേണ്ട പോലെ ആകുവാൻ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവസ്ഥലിൽ വിശുദ്ധിയോടെ വന്നു കഴിയുമ്പോൾ ആ പരീക്ഷ ദൈവം മാറ്റും, അത് മാറിപ്പോകും. നീ കുറുക്കു വഴികൾ തേടരുതെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നേ. നീ കുറുക്കു വഴി തേടിയാൽ നിനക്ക് ശുദ്ധീകരണം കിട്ടാതെ പോകും. ഹല്ലേലൂയ. ഒരു ദേശത്ത് പോയി പ്രവർത്തിക്കുമ്പോൾ ദേശനിവാസികളിൽ പിശാച് ഇളകി, രാഷ്ട്രീയക്കാരിൽ ആരും ആയിക്കോട്ടെ, പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ കോടതിക്കും കേസിനും പോകാതെ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ നിനക്ക്? പണ്ടുള്ള വിശുദ്ധന്മാർ അങ്ങനെ ചെയ്ത് വിഷയങ്ങളെ ദൈവത്തിൽ വെച്ച് പാസ്റ്റർ ക്യാപ്റ്റൻ ഷാമോല്, പാസ്റ്റർ കെ ഇബ്രാഹിം സാറ്, അങ്ങനെ പഴയ പെന്തക്കോസ് പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുന്നവരൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അവരുടെ മക്കൾ പെന്തക്കോസിൻ്റെ 4-ാം തുറമുല വന്നപ്പോൾ ആത്മീകം ഇല്ലാണ്ടായി. വേദോസ്തത്തിന് വരെ മൊബൈൽ കൊണ്ടുപോവുക. ഒരു പാസ്റ്റർ പറയുക, സഭായോഗത്തിന് മൊബൈലിട്ട് കളിക്കുക ആൾക്കാർ. ഇടയ്ക്കിടയ്ക്ക് പിള്ളേർ കൈ ഇങ്ങനെ പൊക്കി സ്തോത്രം പറയും. അപ്പോൾ പാസ്റ്റർ വിചാരിക്കുക ഭയങ്കര സ്തോത്രം പറഞ്ഞ് ദൂതമായിട്ടെടുത്തോണ്ട് അവർ മൊബൈൽ കളിക്കുക, മെസ്സേജ് അയക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. ആർക്കൊക്കെ മെസ്സേജ് അയക്കണം 4 കണ്ടു. പെൺകുട്ടികൾ ആൺകുട്ടികളെല്ലാം ഇരിക്കുകയല്ലേ. ഇത് ജഡീകന്മാരുടെ കുഞ്ഞുങ്ങളല്ലേ വന്നിരിക്കുന്നേ. തലമുറ മാറിയപ്പോൾ ആത്മീകം പോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന നിങ്ങളും നിങ്ങളുടെ സന്തതിയും, അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്, അബ്രഹാം ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനു വേണ്ടി അവൻ കാത്തിരുന്നു. 2 തലമുറയോടുകൂടി അവൻ ദൈവം ശില്പിയായി നിർമ്മിച്ചതിന് വേണ്ടി കാത്തിരുന്നു. നമ്മളിപ്പോൾ 11 കോടിയും 12 കോടിയും കൊണ്ടുവന്ന് പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു കെട്ടിടം പണിയുമ്പോൾ പിന്നെ ഈ അണികളൊക്കെ എന്തോ ചെയ്യാനിരിക്കുക? എന്തിനാണ് ഈ പാഴ്ചെലവ്? അല്ലല്ലേ. മറ്റവൻ വരുമ്പോൾ അവനെ കയറ്റി താമസിപ്പിക്കാനായിരിക്കും. അത് ശരി, അത് ശരി. അങ്ങനെയാണെങ്കിൽ പാസ്റ്റർ അത് നല്ല കാര്യം, നടക്കട്ടെ. അവർ നിങ്ങളെല്ലാം കൂടി അവിടെ താമസിച്ച് ചാപ്പാടൊക്കെ അടിച്ച് കള്ളം കുടിച്ച് തോന്നിവാസിയായിട്ടൊക്കെ ജീവിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോക്കോ. നീ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നെങ്കിൽ നിനക്ക് ഒരു ജീവിക്കാനൊരു സംവിധാനം മതി. അതൊരു 10-50 ഏറ്റം പോട്ടെ ഒരു 50 ലക്ഷം രൂപ കൂട്ടിക്കോ. ഇന്നത്തെ കാലത്തെ വീട് 11 കോടി 12 കോടി 16,000 ആസ്തി. ദൈവമക്കളുടെ കാര്യമായി പറയണേ. ഹല്ലേലൂയ. പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ പരീക്ഷ മാറ്റാൻ വേണ്ടി വിദേശത്ത് വിസയെടുത്ത് പോയി ആ പരിശോധന, ആ സാമ്പത്തിക ക്രൈസിസ് മാറ്റാൻ ആഗ്രഹിക്കുന്ന പാസ്റ്ററെ ഞാൻ നിന്നോടാ ദൂത് പറയുന്നത്. നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സാമ്പത്തിക ക്രൈസിസ് കർത്താവ് മാറ്റും. നീ വിദേശത്തേക്ക് ഓടണ്ട. നീ ഓടിയാൽ നീ ലോത്തിൻ്റെ ഭാര്യയായി പോകും. ലോത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു പുറകോട്ട് നോക്കാതെ ഓടിക്കൊള്ളാൻ പറഞ്ഞു. പുള്ളിക്കാരി പുറകോട്ട് നോക്കി.
ഉപ്പ് തൂണായി തീർന്നു, ഡെഡായി. മിസ്റ്റർ ലോത്ത് വലഞ്ഞുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാം ഇതിനൊന്നും ഹല്ലേലൂയ എന്ന് ആരും പറയാനുണ്ടാവില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു. ദൈവം നിനക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തരുന്നു. ദൈവം നിൻ്റെ മക്കൾക്ക് വിസ തരുന്നു. ദൈവം നിൻ്റെ മക്കളെ അനുഗ്രഹിക്കാൻ പോകുന്നു. നിൻ്റെ 4 മക്കളെയും 4 രാജ്യങ്ങളിലേക്ക് അയക്കുന്നു എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ എന്ന് പറയും. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.